അതാണ് ഫസ്റ്റ് പേയ്മെന്റ് എല്ലാവർക്കും സ്പെഷ്യലാണ്, ഭയങ്കര സ്പെഷ്യലാണ്. എനിക്കൊരു പാക്കേജ് എമൗണ്ട് ആയിട്ട് വന്നു ഇത്ര പോസ്റ്റേഴ്സിന് എത്ര എമൗണ്ട് എമൗണ്ട് ആണെങ്കിലും അല്ല സത്യം പറഞ്ഞാൽ ബണ്ടിൽ ഓഫ് പോസ്റ്റ് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് വന്നൊരു സംഭവം ഉണ്ട് അവിടെ. ഞെട്ടി നമ്മള്. കാരണം അല്ല ഞാനും അങ്ങനെയാ, എനിക്കും ഇത് പേയ്മെന്റ് കിട്ടുമെന്നൊന്നും അറിയില്ല, ഞാൻ പഠിക്കാനാ പോകുന്നത്. അപ്പൊ ഇത് ചെയ്യുന്ന ഇഷ്ടമുള്ള ഒരു വർക്കിന് പൈസ കിട്ടാ പറയുന്നത് ഭയങ്കര സംഭവം. നേരെ മറിച്ചപ്പോ പണി എടുക്കാൻ വേണ്ടി എടുക്കുന്നതല്ല. അതെ അതെ അതെ, നേരെ മറിച്ചപ്പോ നമ്മള് ആ പണിയല്ല എടുക്കുന്നത്, ലൈക്ക് നമുക്ക് ഇഷ്ടമുള്ള പണിയല്ല എടുക്കുന്നത്. അതിന് നമ്മള് പേയ്മെന്റ് ചിലപ്പോൾ പ്രതീക്ഷിക്കും ഇത്ര കിട്ടുമായിരിക്കും. പക്ഷെ ഇവിടെ നമ്മളൊരു പണിയായിട്ടല്ലേ ഞാനും നമ്മളന്ന് എടുത്തിട്ടുണ്ടായത് അല്ലേ. അല്ല ഞാൻ എന്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഓക്കെ പഠിക്കാം, പോയിട്ട് പഠിക്കാന്നുള്ളൊരു സാധനമാണ്. ഒരു സാധനം പഠിച്ച് എക്സ്പെരിമെന്റ് ചെയ്യാന്നുള്ളതും, നീ ഇപ്പൊ ആണെങ്കിലും ഓക്കെ ഇങ്ങനത്തെ ഒരു സാധനം എക്സ്പ്ലോർ ചെയ്യാം എന്താന്നുള്ളത് അറിയാം. മണി ആഗ്രഹിച്ചിട്ട് വന്നതല്ല, പക്ഷെ എല്ലാവർക്കും മണി ഓറിയന്റഡ് ആയിട്ട് ആലോചിക്കണം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ മണി ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇപ്പോഴത്തെ ഒരു ഈ ഒരു ലൈക്ക് ഫ്രീലാൻസിങ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിന് എനിക്ക് തോന്നുന്നു കണക്ഷൻസ് തന്നെയാണ് ഫ്രീലാൻസിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കണക്ഷൻസ് തന്നെയാണല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫ്രീലാൻസിങ് കുറച്ച് അധികം കൊറോണയ്ക്ക് ശേഷമൊക്കെ എല്ലാവർക്കും വർക്ക് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എല്ലാവർക്കും ഫ്രീലാൻസേഴ്സിനോട് ട്രസ്റ്റും ഉണ്ട്. ലൈക്ക് ഇതൊരു ഏജൻസിക്ക് തന്നെ കൊടുക്കണം അല്ലെങ്കിൽ ഒരു ടീമിന് തന്നെ കൊടുക്കണം എന്നില്ല, ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആൾ ചെയ്തു തരും എന്നുള്ളൊരു സാധനം ഉണ്ട്. പിന്നെ ഫ്രീലാൻസിങ് നല്ലോണം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ആണെങ്കിലും ആർക്കും ജോബ് വേണ്ട, എല്ലാവർക്കും ഫ്രീലാൻസ് ഉണ്ട്, എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്, റിമോട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റും. അത് കൊറോണ പഠിപ്പിച്ചതാണെന്ന് തോന്നുന്നത്. കൊറോണയുടെ ഒരു ടൈമിനാണ് ആ ഒരു സാധനം വന്നിട്ടുണ്ടത്. ഫ്രീലാൻസിങ്ങും എനിക്കും അതേപോലെ തന്നെ ഒരു ഫ്രീലാൻസിങ് ഇതേപോലെ തന്നെയാണ്. ലൈക്ക് എൻ്റെ കസിൻ്റെ കണക്ഷനിൽ കിട്ടിയതാണ്. അത് കൊച്ചിയിലുള്ള ഒരാളാണ്, എനിക്ക് കൊറോണയ്ക്ക് മുമ്പേ കിട്ടിയതാണ് കേട്ടോ. പക്ഷേ അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കസിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ വെറുതെ പോസ്റ്റർ ചെയ്ത് കൊടുക്കും എഡ്യൂക്കേഷൻ്റെ. അപ്പോൾ ആൾ എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റാണ്. ആളെ പോസ്റ്റേഴ്സ് കണ്ടിട്ട് വേറൊരാൾ ചോദിച്ച് ഓക്കെ ഇത് ആരാ ചെയ്യുന്നത്, എനിക്കും കുറച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ആളെ എനിക്ക് കോൺടാക്ട് ചെയ്ത് ആൾക്ക് 2-3 പോസ്റ്റർ ചെയ്ത് കൊടുത്ത് ആൾ പോയി. എന്നിട്ട് ആൾ വേറൊരു നമ്പർ കോൺടാക്ട് ചെയ്ത് ആളെ കസിനാണ്. അയാളൊരു 3-4 കൊല്ലം ഒന്നിച്ച് തന്നെ ഉണ്ടായിരുന്നു ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഫ്രീലാൻസിങ്, ആ കണക്ഷൻസ് തന്നെയാണ്. ഓർഗനൈസ്ഡ് ആവണം നമ്മൾ, SOPs, ടൈം മാനേജ്മെന്റ്. ഫ്രീലാൻസ് ആകുമ്പോൾ പ്രശ്നം എന്ന് പറയാമോ, എനിക്ക് ആരും റെപ്രസെന്റ് ചെയ്യണ്ട, എന്നെ റെപ്രസെന്റ് ചെയ്താൽ മതി. അവിടെ പ്രഷർ ഇടുന്നത് അത് ഏജൻസി നമ്മളാ, നമുക്ക് റിമോട്ട്ലി വർക്ക് ചെയ്യാന്നുള്ളൊരു സാധനം ഉണ്ട്. ഫ്രീലാൻസിങ് സസ്റ്റൈനബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്കാൻ പറ്റും നമുക്ക്. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിനൊരു ലൈക്ക് ടൈം ലൈന് കാര്യങ്ങളല്ല, ആ റിലേഷനിൽ നമ്മളത് കൊണ്ടുവരണം. ക്ലൈൻ്റ് ആയിട്ടുള്ള റിലേഷനിൽ നമ്മൾ ഇന്നൊരു സാധനം ഡെലിവറി ചെയ്യാന്നുള്ളത്. നമുക്ക് ഇവിടെ ആണെങ്കിൽ ഇപ്പം നമുക്ക് BD ഉണ്ട്, അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ പരിപാടി, ലൈക്ക് എല്ലാത്തിനും ആൾക്കാരുണ്ട്. ഇതിപ്പോ നമ്മൾ എല്ലാം നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. കമ്മ്യൂണിക്കേഷനും നമ്മളാണ്, ഡിസൈനും നമ്മളാണ്. അത് ആ ഒരു സാധനം തന്നെയാണ്, ആട് തന്നെയാണ്. എനിക്ക് തന്നെയാണ് കുറേ ക്ലയൻസ് പോയിട്ടുണ്ട് കറക്റ്റ് ഡെലിവറി ചെയ്യാത്തതുകൊണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ ചെയ്യാൻ പറ്റണമെന്നില്ല ചില ക്ലയൻസിനൊന്നും. അപ്പോൾ അത് നമ്മളെങ്ങനെയാണ് ലൈക്ക് നമ്മൾ തന്നെ നമ്മളെ ആ ഒരു ബിസിനസ് മൈൻഡ് സെറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഫ്രീലാൻസിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇത് പോയി കഴിഞ്ഞാൽ പൈസ പോകും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആലോചിക്കാൻ തുടങ്ങും. ഓക്കെ എനിക്ക് ഇന്ന ടൈമിന് ഡെലിവറി ചെയ്യണം, എനിക്ക് ഇന്നതൊക്കെ ചെയ്യണം, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട് നന്നാവുള്ളൂ. അപ്പോൾ ആ ഒരു പിന്നെ ചില സ്ഥലങ്ങളിൽ നോ പറയാം പറ്റാത്ത, ലൈക്ക് നമ്മൾ ടൈറ്റ് ഷെഡ്യൂളിലാണെന്നുണ്ടെങ്കിലും അവിടെ നോ പറയേണ്ട അടുത്ത് നോ പറയാം. ഫ്രീലാൻസിങ്ങിൻ്റെ സമയത്ത് ചെയ്യാൻ പറ്റും, പാതിരാത്രി വരെ ഇരുന്ന് ചെയ്യാന്നുള്ള അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റും കൂടി ഉണ്ട് ആൾക്കാർക്ക്. അപ്പോൾ ഫ്രീലാൻസിങ് എടുത്തിട്ട് വർക്ക് ക്വാളിറ്റി കുറയുന്നതുമുണ്ട്, വർക്ക് ക്വാളിറ്റി കൂടുന്നതുമുണ്ട്. അതെല്ലാം നമ്മൾ ഓർഗനൈസ്ഡ് ആണെന്നെടുത്താം. ബിസിനസ് മാൻ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മളുള്ളിൽ തന്നെ വെച്ചോ. അതേപോലെ തന്നെ നമ്മളൊരു ഡിസൈനറാണ്, ഇമ്പ്രൂവ് ആക്കണം. ഇപ്പോൾ തുടങ്ങുന്ന ആൾക്കാർ ഫസ്റ്റ് തന്നെ പോയിട്ട് ഫ്രീലാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. അവർ പല സിറ്റുവേഷനും പഠിക്കും, പല കാര്യങ്ങളും പഠിക്കും, അത് ശരിയാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് വേറൊരു കാര്യം നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കേണ്ട കാര്യങ്ങൾ അവിടെ കവറാവുന്നുണ്ടോ, എനിക്ക് ടൈം കിട്ടുന്നുണ്ടോ അതിനെ. ഞാനിപ്പോൾ ഒരേ സാധനമാണ് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയ മാത്രമാണ് ചെയ്യുന്നത്, എനിക്ക് കോഡിങ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എനിക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഫ്രീലാൻസിങ് ചെയ്തോ, ബിസിനസ് മൈൻഡും വെച്ചോ, വർക്ക് ഇംപ്രൂവ് ആക്കാം. ഇപ്പോൾ കൂടുതലും എക്സ്പ്ലനേഷൻസ് വീഡിയോസ് വരുന്നുണ്ട് ഈ അക്കാദമീസിന്റെ, ലൈക്ക് മറ്റേ കുറെ ടൈറ്റിൽസ്, ആനിമേഷൻസ്, പരിപാടികളൊക്കെ വരുന്ന സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത് ഒരുപാട് സാധനം വരുന്നുണ്ട്. ഇപ്പൊ നമ്മളെ ഇവിടെയുള്ള എഡിറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവർക്കും ഫ്രീലാൻസ് കൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർക്ക് തന്നെ മടുത്തു ഈ സാധനം ചെയ്തിട്ട്. അതിന്റെ കൂടെ ലൈക്ക് ഒരു മ്യൂസിക് വീഡിയോ ഒരു സാധനം വരിക, അത് ചെയ്യുക. ഇപ്പം
എന്താ പറയുക ഒരേപോലത്തെ സാധനം ചെയ്യുന്ന ചടപ്പ് ഇവിടെയും ഫ്രീലാൻസിങ് ചെയ്യണം. അല്ല എല്ലാ വർക്കും നമുക്കിപ്പോൾ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചെയ്തത്. നമ്മൾ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചെയ്തത്. ഇപ്പം ഞാനാണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തിട്ടാണ് ഞാൻ തുടങ്ങിയത്. ഫോട്ടോ എഡിറ്റിങ്ങും പിന്നെ വരക്കാനും അങ്ങനത്തെ ഇതൊക്കെ ആയിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാ ജോബിനും ഇഷ്ടമുള്ള പരിപാടിയും ഉണ്ട്, അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ ഇഷ്ടപ്പെടാത്തതും പിന്നെ നമുക്ക് കഷ്ടമുള്ള സാധനങ്ങളും ഉണ്ട്, കഷ്ടപ്പാടുണ്ട് എല്ലായിടത്തും. അപ്പോൾ ഈ രണ്ട് സാധനം മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഒരു സൈഡ് പിടിച്ചു വെക്കുക എന്നുള്ളതാണ്. സേഫ് സോണിൽ ഈ മണി നമ്മൾ സേഫ് സോൺ ആക്കും. മണി എന്നുള്ളൊരു സാധനം നല്ലപോലെ സേഫ് ആക്കും. പക്ഷേ അതിൻ്റെ അപ്പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ വർക്ക് സ്കില്ല് ഡെവലപ്പായോ ഇല്ല, പൈസ കിട്ടുന്നുണ്ട്, ഡെയിലി ചെയ്യുന്നതാണ്. പക്ഷേ അതിലൊരു എക്സ്പെരിമെൻ്റൽ സാധനമോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ അത് നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്യണം. പിന്നെ ഓക്കെ ആ പരിപാടി ചെയ്തോ, ഡെയിലി ചെയ്യുന്നത് ചെയ്തോ, അതിൽ കഷ്ടപ്പാടുണ്ട്. പക്ഷേ മറ്റേ സൈഡ് ഇഷ്ടമുള്ള പരിപാടി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. ഇപ്പോൾ ഷാമിൽ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ, നമുക്ക് ഇഷ്ടമുള്ള പരിപാടി അതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട്. റീൽസ് എടുക്കുന്നിടത്ത് മറ്റൊന്നും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതാണ് ഇഷ്ടമുള്ള പരിപാടി വിടാണ്ട് പിടിക്കുക. സേഫ് സോൺ എന്നുള്ളൊരു സാധനം വരുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നം അത്. പൈസ പേ ചെയ്യുന്നുണ്ടല്ലോ, വർക്ക് ഇമ്പ്രൂവ് ആക്കണമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാറുമായിരുന്നു. അതാണ് ഇതൊരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എല്ലാ ഡിസൈനേഴ്സിനും അല്ലെങ്കിൽ എല്ലാ ക്രിയേറ്റേഴ്സിനും ഉണ്ടാകുന്ന ഒരു പോയിന്റ്, അങ്ങനത്തെ ഒരു പോയിന്റ് ഉണ്ട് എല്ലാവർക്കും. സേഫ് സോണിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാധനം ഉണ്ട്. ഓക്കെ എനിക്ക് ഇത്ര പോരാ, എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം, അതപ്പോൾ ബ്രേക്ക് ചെയ്യും. ചില ആൾക്കാർ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്, അവർ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും, പക്ഷെ ഭയങ്കര വരയായിരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ബാച്ചിലൊക്കെ ഉണ്ട് സ്റ്റുഡൻസ്, അവർ അടിപൊളി വരക്കുന്ന പിള്ളേരാണ്. കുറേ പിള്ളേരുണ്ട് വരക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇവർ വേറെ എന്തെങ്കിലും ജോബ് ചെയ്യുന്ന ആൾക്കാരാണ്, അത് ബ്രേക്ക് ചെയ്തിട്ടാണ് വന്നത്. സന്തോഷം തരുന്നില്ല ജോബ്, പൈസ തരുന്നുണ്ട്, ചെയ്യുന്ന കാര്യത്തിൽ ഹാപ്പി അല്ല എന്നുള്ള രീതിക്ക്. അവരിപ്പോൾ ഇവിടെ വന്നിട്ട് ചെറിയ കുട്ടിയാണ്, LKG സ്റ്റുഡൻസാണ്, അവരാദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ആ സാധനമാണ്. അപ്പോൾ നമ്മൾ ക്യൂരിയസ് ആവുക എന്നുള്ളതാണ്. നമുക്ക് സേഫായിട്ടുള്ള പരിപാടി, ഇഷ്ടമുള്ള പരിപാടി ചെയ്ത് സേഫായിട്ടുള്ള പരിപാടി ചെയ്തതിനെടുക്ക് വേറൊന്നിനോട് ക്യൂരിയോസിറ്റി പോകുമ്പോഴാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു പരിപാടിയിൽ സ്റ്റക്കായി നിൽക്കുന്നത്. എക്സ്പെരിമെൻ്റ് ചെയ്യാം, അതാണ്. അപ്പോൾ നമുക്കെല്ലാം അതേപോലെ തന്നെയാണ്. ഇപ്പോൾ ഈ ക്യൂരിയസ് ആവുന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് റോൾ മോഡൽസ് വരുമ്പോഴാണ്, അല്ലെങ്കിൽ നമുക്കൊരു സാധനത്തോട് ഇൻസ്പയറിങ് തോന്നുന്ന അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കിട്ടുന്ന ഒരു സ്ഥലത്തു നിന്നായിരിക്കും നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ തോന്നുന്നത്. ക്യൂരിയോസിറ്റി അവിടെ കണക്ഷൻ ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ലൈഫിൽ ഒരു ഇൻസ്പയറിങ് പേഴ്സൺ അല്ലെങ്കിൽ റോൾ മോഡൽ എന്ന് പറയാനായിട്ട് ഡിസൈനേഴ്സായിട്ട് എനിക്ക് അങ്ങനെ ആരുമില്ല. ഡിസൈനറായിട്ടുണ്ട്, ലൈക്ക് എനിക്ക് അത് പിന്നെയാണ് എനിക്ക് തോന്നിയത്, ലൈക്ക് ഇയാൾ അടിപൊളിയാണ്, ഇയാൾ പറയുന്ന കാര്യങ്ങൾ നൈസാണെന്നുള്ളത്. പക്ഷെ അതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര എന്താ പറയുക, ഓക്കെ ഞാൻ ഇത് ചെയ്താൽ പോരാ, എൻ്റെ അപ്പുറത്തോട്ട് എന്തെങ്കിലും ചെയ്യണം. ഇപ്പം ഞാൻ പോകുന്നത് ഇങ്ങനെയാണ്, ഇതിൽ ഇമ്പ്രൂവ് ആവണമെങ്കിൽ വേറെന്തോ എന്നൊരു സാധനം വേണം, എന്താണെന്നുള്ള ക്ലാരിറ്റി ഇല്ല, പക്ഷെ ഒരു സാധനം. അപ്പോൾ അവിടെ വന്നു വെച്ചാൽ വേറെ കാര്യമുണ്ട്. എനിക്ക്